ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് റിസ്ക് റിവാർഡ് റേഷ്യോ? റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ ആ ട്രേഡിൽ വരുന്ന ലോസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു ട്രേഡ് എടുക്കുക. അപ്പോൾ ചിലർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാതെ ട്രേഡ് എടുക്കും. അവരാണ് പൊതുവെ SL വെക്കാതെ ലാസ്റ്റ് ഫണ്ട് ലിക്വിഡേറ്റായി വലിയ രീതിയിൽ നഷ്ടങ്ങൾ വരുത്തി വെക്കുന്നത്. അപ്പോൾ ഇതൊരു നമ്മുടെ ഇമോഷണൽ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട വളരെയധികം ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. റിസ്ക് റിവാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോസ് ആൻഡ് റിട്ടേൺ. നിങ്ങളൊരു ട്രേഡ് എടുക്കുമ്പോൾ അതിൽ എത്ര ലോസ് നിങ്ങൾ സ്വീകാര്യമാണ്, എത്ര റിട്ടേൺ തിരിച്ച് അതിൽ നിന്നും ആവശ്യമാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ പറയുന്നത്. പൊതുവെ നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല റേഷ്യോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1:1, 1:3 ഒക്കെ കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം പൊതുവേ ഉള്ള 1:1, 1:3, 1:5 അങ്ങനെയുള്ള റിസ്ക് റിവാർഡ് റേഷ്യോകളുണ്ട്. അപ്പോൾ ഈ 1:1, 1:3, 1:5 എന്നൊക്കെ പറയുമ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഈ 1:1 എന്ന് പറയുന്നത് നിങ്ങൾ ഒരു രൂപ നഷ്ടപ്പെടുത്താൻ തയ്യാറായി 1 രൂപ നേടാൻ ശ്രമിക്കുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് 1:1. 1:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ നഷ്ടപ്പെടുത്താൻ തയ്യാറായി 3 രൂപ നേടാൻ ശ്രമിക്കുന്നു. 1:5 എന്ന് പറയുമ്പോൾ 1 രൂപ നഷ്ടപ്പെടുത്താൻ തയ്യാറായി 5 രൂപ നേടാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ പ്രകാരം നമ്മൾ വരുന്ന ലോസ് ആൻഡ് റിട്ടേണിനെയാണ് നമ്മളിത് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ 1:1 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഒരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം 1 രൂപയാണ്. ആ ട്രേഡ് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാഭം 1 രൂപയാണ്. ഇത് 1:3യിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ട്രേഡ് ഫെയിലിയർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം 1 രൂപയും ആ ട്രേഡ് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാഭം 3 രൂപയാണ്. 1:5ലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നഷ്ടം, അതായത് ആ ഒരു ട്രേഡ് ഫെയിലിയറായ 1 രൂപയും ആ ഒരു ട്രേഡ് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലാഭം 5 രൂപയുമാണ്. അപ്പോൾ ഈ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ആളുകളും റെക്കമെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് 1:3 എന്നുള്ളൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. എന്നാൽ നിങ്ങൾ ബിഗിനർ ലെവലിൽ, അതായത് ഇപ്പോൾ ഒരു കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 1:1 എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് അത് 1:3യിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും കൂടുതലായിട്ടും നന്നാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എങ്ങനെ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ കണക്കാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ ടൂൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ ആപ്ലിക്കേഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും മാർക്ക് ചെയ്യാനുള്ളൊരു ടൂളുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഒരു 1 hour ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു പാറ്റേൺ ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഒരു ഡിസെൻഡിങ് ബോർഡിങ് വെജ് പാറ്റേൺ നിങ്ങൾക്ക് നോക്കുന്നത് കാണാൻ പറ്റും. ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ലോങ് പൊസിഷൻ എടുക്കാറുണ്ട്. സോ അത് വെച്ചിട്ടൊന്ന് നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇവിടെ എൻട്രി എടുക്കുന്നു. ടാർജറ്റായിട്ട് ഇത് പ്രകാരം ഇതിൻ്റെ ടോപ്പ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ വെക്കുക. സോ ഇതിൻ്റെ നെക്സ്റ്റ് ടോപ്പ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ടാർജറ്റ് വെച്ചു. അപ്പോൾ നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ 1 കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, SL കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 1:1 എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ കൊടുക്കാൻ പോവുകയാണ്. 1:1 എന്നുള്ള ഈ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ കൊടുത്തു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1:3 എന്നുള്ള ഇതിലേക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റിസ്ക് റിവാർഡ് റേഷ്യോ 1:3യിലേക്ക് കൊടുത്തു. 1:5ലേക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് മാറ്റുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ SL വരേണ്ട ഏരിയാസും നമ്മുടെ ടാർജറ്റ് ഏരിയാസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഹ്യൂജ് ആയിട്ടുള്ള ലോസസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പല പാറ്റേൺസും അത് പ്രകാരമുള്ള മൂവ്മെൻറ്റൊക്കെ പഠിച്ചപ്പോൾ ഈ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യണം, ഈ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ
എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടെ അതിൽ കൊണ്ടുവരണം. അതായത് നിങ്ങൾ എത്രത്തോളം അതിൽ ടാർഗറ്റ് വെക്കണം എന്ന് നമ്മൾ ഓരോ പാറ്റേൺ വൈസ് പഠിച്ചു. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ ഈ പറഞ്ഞ റിസ്ക് റിവാർഡ് റേഷ്യോ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അതിൽ കൊണ്ടുവരണം. കാരണം നമ്മൾ ഓരോ ട്രേഡ് എടുക്കുന്നതും അതിൽ നമുക്ക് വരാൻ പോകുന്ന ലോസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായില്ലെങ്കിൽ, ഇമോഷണലി നിങ്ങൾക്ക് അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ആ ചെറിയ ലോസിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലോസ്, നിങ്ങളുടെ ഫണ്ട് ലിക്വിഡേറ്റായി വലിയ രീതിയിലുള്ള ലോസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.